கருணை தெய்வமே கற்பகமே, கருணை தெய்வமே கற்பகமே, காண வேண்டும் உந்தன் பொற்பதமே என் கருணை தெய்வமே கற்பகமே, உறுதுணையாக என் உள்ளத்தில் அமர்ந்தாய், உறுதுணையாக என் உள்ளத்தில் அமர்ந்தாய், உன்னையின்றி வேறு யாரோ என் தாய், உறுதுணையாக என் உள்ளத்தில் அமர்ந்தாய், உன்னையின்றி வேறு யாரோ என் தாய், கருணை தெய்வமே கற்பகமே, காண வேண்டும் முந்தன் பொற்பதமே என் கருணை தெய்வமே കற்பകമേ. അടിപൊളി. സാറ് എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? സാറ് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ഇതുണ്ടായിരുന്നു, ഈ കാർഡ്ബോർഡ് ഫാക്ടറി വണ്ണക്കര എന്നൊരു സ്ഥലത്ത് ഇവർ ബ്രദേഴ്സ് എല്ലാവരും കൂടി നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിലൊരു മാനേജറെ പോലെ നോക്കിക്കൊണ്ട് അത്ര. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി അച്ഛനമ്മയും പുതുശ്ശേരി, കഞ്ചിക്കോട്, കാവശ്ശേരി, കിണാശ്ശേരി സക്കർ നിറയെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ. അപ്പൊ എന്താ അറിയോ, അത് വന്നിട്ട് അതൊക്കെ നോക്കാൻ ഒരാൾ വേണം. അച്ഛന് വയസ്സായി പറഞ്ഞിട്ട് ഇദ്ദേഹം പഠിച്ചിട്ടും ജോലിക്കൊന്നും ബോംബെക്കൊന്നും പോയില്ല. ഇവർ 10 ബ്രദേഴ്സാണ് അവര്. ഇപ്പൊ ഇദ്ദേഹം 9ാമത്തെ ആള്. ഇതിന് താഴെ ഒരു അനുജനുണ്ടായിരുന്നു, ഹീസ് റോമോൻ. അപ്പൊ അതുകൊണ്ട് അച്ഛനെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. പാചക രീതികളെ കുറിച്ചൊന്ന് പറയൂ. അഗ്രഹാരത്തിലെ മെയിനായിട്ട് ചോറ് തന്നെ, ചാപ്പാട്, ചാതം, അരി തന്നെ, റൈസ് തന്നെ ഞങ്ങൾ വെക്കുക. പിന്നെ സാമ്പാർ, ഇത് കറിയൊക്കെ വെക്കും. നോൺ വെജ് നിറയെ അൺബ്രാഹ്മിൻ ഉണ്ട്, പക്ഷെ ഒരാൾ ഇവിടെ അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, കൂട്ടിയിട്ടില്ല, ഒരാൾ കൂട്ടിയില്ല. വാടകയ്ക്കൊക്കെ വീട് കൊടുക്കുമ്പോൾ തന്നെ പറയും ഇവിടെ അതൊന്നും പാടില്ല നോൺ വെജ്. ഞങ്ങൾക്കേ നിറയെ വീടുണ്ടായിരുന്നു, വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ അതെ അതെ. എത്രാമത്തെ ജനറേഷൻ? അതെ. എന്റെ കുട്ടികൾ 2 കുട്ടികളാണ് ഞങ്ങൾക്ക്. അവർ അടുത്ത ജനറേഷൻ, അവർക്കും കുട്ടികളുണ്ട്. അതെ. എല്ലാ വർഷവും തേരിന് മക്കളൊക്കെ വരും. സാറിന്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ നമ്മുടെ പുതിയ ജനറേഷനോട്, ഇപ്പൊ ജെൻസി എന്നാണല്ലോ പറയുന്നത്, പുതിയ തലമുറയോട് ശ്രദ്ധിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബ്രാഹ്മിൻസ് അവരുടെ ട്രഡീഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നത് മാത്രമേ ഉള്ളൂ. അതായത് സന്ധ്യാവന്ദനം, അമ്പലത്തിൽ പോവുക, അതൊക്കെ റിലീജിയസ് ആയിട്ട് തന്നെ കഴിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, വേറെ ഡൈവേർഷന് നിറയെ ചാൻസ് ഉണ്ട്. അതിലേക്ക് പോയിക്കോട്ടെ, സിനിമ, അതെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ടൈം പാസിങ്ങിന് ചെയ്യാം എന്നല്ലാതെ റൊട്ടീനായിട്ടുള്ളത് നമ്മൾ ചെയ്യണം.